അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിക്കേണ്ട വീട് 402. ഈ 85 കുടുംബങ്ങൾക്ക് ആ 85 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. അതായത് വയനാട്ടിൽ വീട് നഷ്ടമായ ഒരു മനുഷ്യന് ഒരു വീടിനെ സംസ്ഥാന സർക്കാർ കണക്കാക്കി. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രചരണം നടത്താൻ അവകാശമില്ലാത്ത ഒരു നാടാണോ ഇത്? അപ്പൊ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രമെല്ലാം കോൺഗ്രസിന്റേതാണ്. കോൺഗ്രസിന് ഇപ്പൊ നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുന്നതാണ്. ആ സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് വയ്ക്കാം. അതിന് മുമ്പേ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. എത്ര ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അറിയാനാ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കണം. രാഹുലിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ആളുകൾ, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, രാഹുൽ മാങ്കൂട്ടം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. വയനാട്ടിലെ ഫണ്ട് മുക്കിയതിനെ പറ്റിയിട്ടുള്ള കൃത്യവും വ്യക്തവുമായിട്ടുള്ള കണക്ക് സഹിതം രാഹുൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വെച്ചേക്കുന്ന പോസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമുള്ള പബ്ലിക് റിയാക്ഷൻ 165K, 1,65,000 റിയാക്ഷൻസ്, 22,000 കമൻസ്, 33,000 ഷെയർ. ഇത് കണ്ടപ്പോൾ തന്നെ അതിജീവിതമാർ വീണ്ടും പരാതിയുമായി വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ വന്നതിന് തൊട്ട് പിന്നാലെ വീണ്ടും പരാതിക്കാരികൾ രംഗത്ത് വന്നിട്ടുണ്ട്. രാഹുൽ സോഷ്യൽ മീഡിയ വഴി സൈബർ അറ്റാക്ക് നടത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഇത്ര പേടിക്കുന്നത്? എന്തായാലും ഇപ്പോൾ ഇത് രാഗ റഫീഖ് എന്ന് പറഞ്ഞൊരു ഒരു വ്യക്തിയാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടേക്കുന്നത്. എന്തിനാണ് നിങ്ങൾ ഇത്ര പേടിക്കുന്നത്? എന്തായാലും നിങ്ങളൊക്കെ പുറത്തു വരിക തന്നെ ചെയ്യും. കാലതാമസം ഉണ്ടാകുമെന്ന് മാത്രം. ഇവിടെ നിയമം സംവിധാനത്തിൽ വിശ്വസിക്കുന്നു. പാർട്ടിക്ക് വേണ്ടി സംസാരിച്ച് തുടങ്ങിയപ്പോഴേ അതിജീവിതമാർ മുന്നോട്ട് വരും. രാഹുലിൻ്റെ ശബ്ദം അനേകരിലേക്ക് എത്തുമെന്നുള്ള പേടിയാണോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ശരിയല്ലേ? രാഹുൽ മാങ്കൂട്ടം എന്തെങ്കിലും ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യത്തിൽ ശബ്ദം ഉയർത്തുമ്പോഴത്തേക്ക് കള്ളക്കളികൾ പൊളിച്ചടുക്കി കൊണ്ടുവരുമ്പോഴത്തേക്ക് ഉടനടി അതിജീവിതന്മാരെ അങ്ങോട്ട് ഇറക്കും അല്ലേ? അതാണ് ഇവിടെ കാണുന്നത്. പാർട്ടിയിൽ ഇല്ലാതിരുന്നിട്ടും ഇങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും രാഹുൽ മാങ്കൂട്ടം എന്നാണ് ഇവിടെ പറയുന്നത്. പാർട്ടിയിൽ ഇല്ലാഞ്ഞിട്ട് പോലും ഇങ്ങനെ ആയിരുന്നെങ്കിൽ, പാർട്ടിക്കകത്തായിരുന്നെങ്കിൽ എല്ലാവരെയും വായടപ്പിച്ച് ഈ കള്ളക്കളികളെല്ലാം പുറത്തു കൊണ്ടുവന്നേനെന്നാണ് ഇവിടെ എഴുതുന്നത്. വെറുതെയല്ല പിണറായിയും ടീമും താങ്കളെ ഒതുക്കാൻ കള്ളക്കളികൾ നടത്തിയത്. തിരിച്ചു വരിക പൂർവാധികം ശക്തിയോടെ. ഇനി അടുത്തൊരു പോസ്റ്റും കൂടെ ഞാനിവിടെ വയ്ക്കാം. അപ്പം ജസ്ല ഫാത്തിമ എന്ന് പറഞ്ഞൊരു ഐഡിയിൽ നിന്നാണ്. 8 മിനിറ്റ് 20 സെക്കൻഡുള്ള വീഡിയോ, ലൈക്കുകൾ 1.5 ലക്ഷത്തിലധികം. രാഹുൽ ചോദിച്ച 1.5 ചോദ്യങ്ങൾക്ക് ഇപ്പോൾ സഖാക്കളുടെ കയ്യിൽ ഉത്തരമില്ല. വയനാട് ഫണ്ട് അടക്കം സർക്കാരിനെ തേച്ചൊട്ടിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇതുവരെ ഒരു നേതാവും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പം ഈ ഒരു വീഡിയോ വന്നതിന് തൊട്ട് പിറകെ വീണ്ടും രാഹുലിനെതിരെ പരാതി വന്നിട്ടുണ്ട്. 17-ന് രാഹുൽ മാങ്കൂട്ടത്തിനോട് കോടതി ഹാജരാവണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരാതിക്കാരി SITയെ സമീപിച്ചു, SIT കോടതിയെ സമീപിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് ഇത് വീണ്ടും ഈ പൊട്ടിയ കേസ്, പാളീസായൊക്കെ ഇട്ട് കേസിന് വേണ്ടിയിട്ട് വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ രാഹുലിന് വിജയം കണ്ടതാണ്. ഇവർ പോയിട്ടുള്ള ഈ 1, 2, 3 പരാതികളിൽ വന്നിട്ടുള്ളതെല്ലാം കോടതിയിൽ നിന്ന് ചീറ്റിപ്പോയതെല്ലാം നമ്മൾ കണ്ടയാണല്ലേ. പിന്നെയും എന്തിനാണ് ഇങ്ങനെ ആ ഒരു വ്യക്തിയെ തുടരെ ഇങ്ങനെ പുറകെ നടന്ന് ക്രൂശിക്കുന്നത് എന്തിനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിൻ്റെ പരിഹാരം കഴിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാവും. രാഹുൽ വാ തുറക്കരുത്. രാഹുൽ ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വാ തുറക്കരുത്. രാഹുൽ മിണ്ടാതിരിക്കണം. രാഹുൽ മിണ്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കള്ളക്കളികൾ വെളിയിൽ വരും എന്നൊരു പേടിയാണ് ഇവർക്കെന്ന് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം. ഇനി ഞാൻ ആ ഒരു വാർത്തയൊന്ന് വെച്ച് തരാം. അതിനുശേഷം രാഹുലിൻ്റെ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കാണാം. അതിൻ്റെ ഒരു ഫുൾ റിയാക്ഷൻ ഞാൻ ഇതിനു മുമ്പേ ചെയ്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ഫുള്ള് വയ്ക്കുന്നില്ല, ചെറിയൊരു ഭാഗം വയ്ക്കാം. അതിന് മുമ്പേ വാർത്തയൊന്ന് കാണാം. അതിജീവിതന്മാർ പരാതി കൊടുത്തല്ലോ, അതിൻ്റെ ഒരു വാർത്തയൊന്ന് കാണാം. അതിജീവിതക്കെതിരായ സൈബർ ആക്രമണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി. ഈ മാസം 17-ന് ഹാജരാകാനാണ് തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി നിർദ്ദേശിച്ചത്. ഫെനി നൈനാൻ നടത്തുന്ന സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലിന് പിന്നിൽ രാഹുൽ എന്ന് 2ാം കേസിലെ പരാതിക്കാരി ഉന്നയിച്ചു. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരാകണം. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു നിർദ്ദേശമാണോ ഇത്?
വലിയ തിരിച്ചടിയെന്ന് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കത്തില്ല. എന്തായാലും ഈ SITയുടെ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കോടതി രാഹുൽ മാങ്കൂട്ടത്തിനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ടും രാഹുൽ ഇതിനുള്ളൊരു മറുപടി നൽകും. അതെന്താണ് അതിന്റെ മറുപടി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷമായിരിക്കും ഇത് ഏത് തരത്തിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിലേക്ക് നമുക്കൊരു നിഗമനം പറയാൻ പറ്റുക, അല്ലെങ്കിൽ കാര്യം പറയാൻ പറ്റുക. എന്തായാലും ഈ ഘട്ടത്തിൽ അത്തരത്തിലുള്ള നിഗമനത്തിലേക്ക് പോകാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി SIT കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യം എന്ന് പറയുന്നത്, നേരത്തെ ബലാത്സംഗ കേസുകളിൽ കർശനമായ വ്യവസ്ഥകളോടെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചിരുന്നത്. ആ ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിട്ടോ മറ്റുള്ളവർ മുഖേനയോ ഈ പരാതിക്കാരിയെ സ്വാധീനിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്യരുത് എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം SITയുടെ ഒരു അപേക്ഷ തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ രാഹുലിന് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുലിന്റെ സുഹൃത്ത് ഫെനി നൈനാൻ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരന്തരം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ അതിജീവിതയ്ക്ക് എതിരെ പോസ്റ്റ് ഇടുന്നത്. ഇതിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പരാതിക്കാരി പറയുന്നത്. ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അതിജീവിത SITയെ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് SIT തന്നെ കോടതിയെ ഇക്കാര്യത്തിൽ ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുന്നത്. അതിലാണ് ഇപ്പോൾ രാഹുൽ നേരിട്ട് ഹാജരാണെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഫോൺ വിളിച്ചു എന്ന കേസിൽ കോടതി ഹർജി തീർപ്പാക്കിയിരുന്നു. കണ്ടല്ലോ, രാഹുൽ വാ തുറന്നു കഴിഞ്ഞാൽ പലർക്കും അത് പേടിയാണ്. പലർക്കും, അത് ഭരണപക്ഷത്തുള്ള ആളുകൾക്കും പ്രതിപക്ഷത്തുള്ള ആളുകൾക്കും. എനിക്ക് തോന്നുന്നത് ഈ ഫണ്ട്, വയനാട്ടിലെ ഫണ്ട് മുക്കാൻ കൂടെ നിന്നിട്ടുള്ള പ്രതിപക്ഷത്തുള്ള ആളുകൾ ഉൾപ്പെടെ ഉണ്ട്. അത് വേറൊരു കാര്യം. കാരണം രാഹുലിനെ ഒതുക്കാനെ കൊണ്ട് ഭരണപക്ഷത്തുള്ള ആളുകൾ മാത്രമല്ല കളിച്ചത്, നമുക്ക് വ്യക്തമായിട്ടറിയാം പ്രതിപക്ഷത്തുള്ള ആളുകളും ഉണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് രാഹുലിനെ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നില്ല? രാഹുൽ എവിടെയെങ്കിലും ഒന്ന് വാ തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഒട്ടനെ രാഹുലിനെതിരെ ഈ പറഞ്ഞിട്ടുള്ള പരാതിക്കാരികളെ ഇറക്കണമെങ്കിൽ അതിന് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ടും കൂടെ ഉണ്ട്. ഭരണപക്ഷം മാത്രമല്ല, അത് വേറെ കാര്യം. ഇനി ഞാൻ രാഹുലിൻ്റെ കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു തീപ്പൊരി വീഡിയോ, കണക്കുകൾ കൃത്യമായിട്ട് കാണിച്ച് വ്യക്തമാക്കി തരുന്ന 768 കോടിയോ എത്രയെങ്ങാണ്ട് 700 കോടിക്ക് മുകളിലുണ്ട്. ഇതിൻ്റെ ഒന്നും ഒരു കണക്ക് പോലും ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചു, ഇത് ഉപയോഗിച്ചോ ഇല്ലയോ, ഉപയോഗിച്ചിട്ടില്ലെന്ന് നമുക്കറിയാം. കാരണം അവിടെ ഉള്ള ആളുകൾക്ക് ഒരു വീട് പോയിട്ടൊരു പൂട പോലും കിട്ടിയിട്ടില്ല ഇത്രയും നാളുമായിട്ടോ, അല്ലേ? 2 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഈ പൈസകളെല്ലാം PR വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചാന്ന് നല്ല വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ വെച്ചുതരാം, ഒന്ന് കണ്ടുപോകെ. വയനാട്ടിൽ വീട് നഷ്ടമായ ആകെ ആളുകളുടെ എണ്ണം 487 ആണ്. ആ 487 പേരിൽ 85 ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്ന വീട് വേണ്ട, പകരം അതിനാവശ്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക നൽകിയാൽ മതി. അപ്പോൾ സംസ്ഥാന സർക്കാർ നിർമ്മിക്കേണ്ട വീട് 402. ഈ 85 കുടുംബങ്ങൾക്ക്, ആ 85 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാനായി സംസ്ഥാന സർക്കാർ കൊടുത്തത് 15 ലക്ഷം രൂപയാണ്. അതായത് വയനാട്ടിൽ വീട് നഷ്ടമായ ഒരു മനുഷ്യന് ഒരു വീടിനെ സംസ്ഥാന സർക്കാർ കണക്കാക്കുന്നത് 15 ലക്ഷം രൂപ. അങ്ങനെ നോക്കുമ്പോൾ ഈ സംസ്ഥാന സർക്കാർ ആകെ വയനാട്ടിൽ നിർമ്മിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് 410 വീടുകളാണ്. ആ 410 ഗുണം 15 ലക്ഷം. അങ്ങനെ നോക്കുമ്പോൾ ഈ 410 വീടുകൾക്ക് ചിലവാകുന്നത് 61,50,00,000 രൂപയാണ്. പോട്ടെ, ഇനി അവിടെ സ്ഥലം നന്നാക്കാനും അതുപോലെ തന്നെ വീടിൻ്റെ മെച്ചപ്പെട്ട അവസ്ഥയ്ക്കുമൊക്കെ വേണ്ടിയിട്ട് 1000 സ്ക്വയർ ഫീറ്റുള്ള ആ വീടിന് ഒരു 20 ലക്ഷം രൂപ വെച്ച് നമുക്ക് കൂട്ടാം. അപ്പോഴും 82 കോടി രൂപയാണ് അവിടെ വീട് നിർമ്മിക്കുവാനായി ആകെ ചെലവഴിക്കപ്പെടുന്ന തുക. ഇനി ടൗൺഷിപ്പാണ്, റോഡ് വേണം, അംഗനവാടി ഉണ്ടെന്ന് പറയുന്നു, പാർക്ക് ഉണ്ടെന്ന് പറയുന്നു. അതിനെല്ലാം കൂടി ഒരു 10 കോടി കൂടി മാറ്റി വെച്ചാൽ പോട്ടെ, എല്ലാം കൂടെ ചേർന്നൊരു 100 കോടി രൂപ. അതും വിട്ടേക്കൂ, 150 കോടി രൂപ. പക്ഷേ ടൗൺഷിപ്പിന് വേണ്ടി ആകെ മാറ്റി വെച്ചിരിക്കുന്ന തുക 299 കോടിയാണ്. അപ്പോൾ ഈ ബാക്കി 149 കോടി വെച്ച് ഈ സംസ്ഥാന സർക്കാർ ഊരാളുകളിലും കൊണ്ട് എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? അത് വയനാട്ടിൽ എന്തെങ്കിലും നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടാണോ, അതോ CPMകാർക്ക് വയർ നിറയ്ക്കുവാൻ വേണ്ടിയിട്ടാണോ എന്ന് നിങ്ങൾ തന്നെ പറയേണ്ടുന്ന കണക്കാണ്. കണ്ടല്ലോ, ഇതാണ് പലരും പേടിക്കാനുള്ള കാരണം. രാഹുൽ വാ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ പലരുടെയും ആപ്പീസ് പൂട്ടി പോകുന്നു. നല്ല ബോധ്യമുണ്ട്. ഈ പൈസയൊക്കെ കൊടുത്തിട്ട്, ഈ പൈസയൊക്കെ കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇത്രയും നാളായിട്ട് ഇത് വിനിയോഗിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിലെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് വീട് വെച്ച് കൊടുക്കുന്നില്ല, സഹായിക്കുന്നില്ല. അപ്പോൾ ഈ പൈസയൊക്കെ എന്തിനു വേണ്ടി ഉപയോഗിച്ചു എന്ന് കണക്ക് പ്രതിപക്ഷത്തിനോട് അല്ല ആദ്യം ചോദിക്കേണ്ടത്. ഭരണപക്ഷമാണ്, ഇവിടെ ഭരിക്കുന്നത് ആരാണോ അവരാണ് ഇത് കാണിക്കേണ്ടത്. ഈ പൈസ എന്ത് ചെയ്തെന്ന് കാണിക്കേണ്ടത്, അല്ലേ? ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് KC വേണുഗോപാലിൻ്റെ അടുത്ത് മാധ്യമങ്ങൾ ചോദിക്കുന്നതിന് ചോദ്യങ്ങൾക്ക് KC വേണുഗോപാൽ നല്ല മാസമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിന് പുള്ളി പ്രസ്ഥാനത്തിന് പുറത്താണ് എന്ന് പറഞ്ഞ് പുള്ളിക്ക് അഭിപ്രായം പറയാൻ
ഉള്ള ഒരു സ്വാതന്ത്ര്യമില്ലേ? ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ ബ്രിട്ടീഷ് ഭരണമൊന്നും അല്ലല്ലോ, ഇവിടെ രാജഭരണമൊന്നും അല്ലല്ലോ. ഇവിടെ ജനാധിപത്യ ഭരണമാണ്. എല്ലാ ആളുകൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം ഉണ്ട്. അത് വേറെ കാര്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം അപ്പം ജനങ്ങൾ ഇടയിൽ നിന്നിട്ടാണ് പുള്ളി ചോദിച്ചിട്ടുള്ളത്. അല്ലാതെ ഒരു പാർട്ടിക്കാരനായിട്ട് ഒരു MLA ആയിട്ടല്ല പുള്ളി ചോദിച്ചിട്ട്. പുള്ളിയുടെ സോഷ്യൽ മീഡിയ വഴി പുള്ളി അത് ഷെയർ ചെയ്തു, അതിൻ്റെ കണക്കുകൾ കാണിക്കണമെന്ന് പറഞ്ഞു. അതിലെന്താണ് തെറ്റ്? എന്തുകൊണ്ട് കണക്ക് കാണിച്ചില്ല? ഈ വീഡിയോ വന്ന് ഇത്രയും നേരമായിട്ട് പോലും ഇത്രയും റിയാക്ഷൻസ് ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ട് പോലും എന്തുകൊണ്ട് ഒരാൾ പോലും ഭരണപക്ഷത്തുള്ള ഒരാൾ പോലും ആ കണക്കുകൾ ഇന്നതാണെന്നൊന്ന് കാണിക്കുക പോലും ചെയ്തിട്ടില്ല, അതിനെതിരെ പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല, കണക്കുകൾ ഞങ്ങൾ കാണിക്കാമെന്ന് പോലും പറഞ്ഞിട്ടില്ല. ഇത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചോദിച്ചിട്ടുള്ളത്. കണക്ക് കാണിക്കണം, അതാണ് വേണ്ടുന്നത്. ഭരണം കഴിയുമ്പോൾ പൊടിയും തട്ടി ഇറങ്ങിപ്പോയി ജനങ്ങൾ കൊടുത്തിട്ടുള്ള പൈസയും കൊണ്ട് പുട്ടടിച്ച് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ആളുകൾ പൊടിച്ചെടുക്കുക തന്നെ ചെയ്യും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഓക്കെ, ഇനി ഞാൻ KC വേണുഗോപാൽ പറഞ്ഞേക്കുന്നത് അതും കൂടെ ഞാൻ ഒന്ന് വെച്ച് തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കേ. ഞാൻ വിചാരിച്ചു കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ നട്ടലുള്ള ഈ പറഞ്ഞിട്ടുള്ള ശ്രീനാദേവി കുഞ്ഞമ്മയും അങ്ങനെ 1-2 പേരേ ഉള്ളതെന്ന്. പക്ഷേ KC വേണുഗോപാൽ ഇതിന് നല്ല മാസമായിട്ട് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന് കട്ടയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യണേ, അതുപോലെ എല്ലാവരും ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി പ്രചരണം വളരെ സജീവമായി ഏറ്റെടുത്ത രീതികളും വീഡിയോയുമായി പോകുന്നുണ്ട്. പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ അതോ? ഇല്ല. പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പ്രചരണം നടത്താൻ അവകാശമില്ലാത്ത ഒരു നാടാണോ ഇത്? അപ്പൊ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രമെല്ലാം കോൺഗ്രസിന്റേതാണ്. കോൺഗ്രസിൽ ഇപ്പൊ നടപടിയെടുത്ത് പുറത്താക്കിയിരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇവിടുന്നാണ്, പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല അത് നടക്കുന്നത്. അതെയാ? അപ്പൊ അത് അക്കാര്യത്തില് പിന്നെ ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ച് ഒരുപാട് കളങ്കിതരായ വ്യക്തികൾ അപ്പുറത്തുണ്ടായിരുന്നല്ലോ. അവരൊക്കെ എന്താ ചെയ്യുന്നത്? അല്ല, ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെ ശിക്ഷിച്ചോ? അപ്പൊ ഞാൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? നിങ്ങൾക്ക് വേറെ വിഷയമൊന്നുമില്ല. ഇന്നലെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഈ SDPI വർഗീയ പാർട്ടിയായി കാണുന്നില്ല, SDPIയുടെ വോട്ട് സ്വീകരിക്കണം. കണ്ടല്ലോ, KC വേണുഗോപാൽ സൂപ്പറായിട്ട് മറുപടി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കുക. ഇതിവിടെ രാജഭരണമൊന്നുമല്ല, എല്ലാവർക്കും അഭിപ്രായങ്ങളും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശങ്ങളെല്ലാം ഉണ്ട്. അത് വേറെ കാര്യം. കാരണം ഇത് ജനാധിപത്യ ഭരണമാണ്. ജനങ്ങളാണ് ഇവരെല്ലാം ജയിപ്പിച്ച് കസേരയിൽ കയറ്റിയിരുത്തുന്നത്. അതിന് വാർഡ് മെമ്പർ തൊട്ട് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ആളെ വരെയും ജനങ്ങളാണ് ജയിപ്പിച്ച് അവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നത്. ജനങ്ങളെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ആർക്കാണെങ്കിലും കയറി പോകാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം ജനങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിന് മറുപടിയും കൂടെ പറയണം, അതാണ് വേണ്ടുന്നത്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത്